നമസ്കാരം പ്രിയപ്പെട്ടവരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഏത് കോണിലായാലും ഓരോ മലയാളിയുടെയും മനസ്സിൽ സന്തോഷവും ഗൃഹാതുരത്വവും നിറയ്ക്കുന്ന ഒരു വാക്കുണ്ട്: ഓണം. പൂക്കളത്തിന്റെ നിറവും ഓണസദ്യയുടെ രുചിയും ഓണക്കോടിയുടെ പുതുമയും കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലും മാത്രമല്ല ഓണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം പറയുന്നത് മറ്റൊരു വലിയ സന്ദേശം കൂടിയാണ്: ഒരുമയുടെ സന്ദേശം. കേരളത്തിന്റെ മണ്ണിൽ വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന മനോഹരമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഓണം. ഓണം ഒരു വിഭാഗത്തിന്റെയോ ഒരു മതത്തിന്റെയോ സന്തോഷമായി മാത്രം ഒതുങ്ങാതെ മലയാളിയുടെ പൊതുവായ സന്തോഷമായി മാറിയിരിക്കുന്നു. ഒരു വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കുമ്പോൾ അവിടെ മതം ചോദിക്കാറില്ല. ഓണസദ്യ വിളമ്പുമ്പോൾ അടുത്തിരിക്കുന്ന മനുഷ്യന്റെ മതവും ചോദിക്കാറില്ല. ഓണാശംസകൾ കൈമാറുമ്പോൾ വിശ്വാസത്തിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ അളക്കാറുമില്ല. കാരണം അവിടെ നമ്മളെ ഒന്നിപ്പിക്കുന്ന മറ്റൊരു വികാരമുണ്ട്: നമ്മളെല്ലാവരും മലയാളികളാണ് എന്ന വികാരം. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം പ്രകൃതിയുടെ പച്ചപ്പ് മാത്രമല്ല, വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിലും മനുഷ്യരെ ചേർത്തു നിർത്താൻ കഴിയുന്ന നമ്മുടെ മനസ്സിന്റെ വിശാലത കൂടിയാണ് കേരളത്തിന്റെ സൗന്ദര്യം. ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവവും പള്ളിയിലെ പെരുന്നാളും മസ്ജിദിലെ ആഘോഷവും പലപ്പോഴും ഒരു നാടിന്റെ മുഴുവൻ സന്തോഷമായി മാറുന്നു. ഒരു കുടുംബത്തിന് ഒരു വിഷമം വന്നാൽ സഹായിക്കാൻ ഓടിയെത്തുന്ന മനുഷ്യനോട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് അയാളുടെ മതമല്ല. ഒരു ദുരന്തം വന്നാൽ കൈകോർക്കുന്ന മനുഷ്യർ പരസ്പരം ജാതിയും മതവും ചോദിക്കാറുമില്ല. കേരളം പല സന്ദർഭങ്ങളിലും അത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ മതത്തിന്റെ മതിലുകൾക്കപ്പുറം മനുഷ്യന്റെ കൈപിടിക്കാൻ മലയാളിക്ക് കഴിയുന്നു. അതാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാബലിയുടെ കഥയും നമ്മൾ ഓർക്കുന്നു. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടിരുന്ന, കള്ളവും ചതിയുമില്ലാത്ത, മനുഷ്യർക്കിടയിൽ വേർതിരിവുകളില്ലാത്ത ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ആ കഥ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമായി ഞാൻ കാണുന്നത് സമത്വമാണ്. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അകലം കുറയണം. മതത്തിന്റെ പേരിലുള്ള അകലം കുറയണം. ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ ഇല്ലാതാകണം. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായാലും പരസ്പരം ശത്രുക്കളായി മാറരുത്. കാരണം നമ്മുടെ അഭിപ്രായങ്ങളെക്കാളും വിശ്വാസങ്ങളെക്കാളും രാഷ്ട്രീയത്തെക്കാളും എല്ലാം വലുതാണ് മനുഷ്യബന്ധങ്ങൾ. ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ തർക്കങ്ങളായി മാറുന്ന കാലം. മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശബ്ദങ്ങൾ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ഒരു കാലത്ത് ഓണം നമ്മോട് പറയേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്: നമ്മൾ തമ്മിൽ അകലരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാകട്ടെ, എനിക്ക് എന്റെ വിശ്വാസം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആചാരങ്ങളെ ഞാൻ ബഹുമാനിക്കട്ടെ, എന്റെ വിശ്വാസങ്ങളെയും നിങ്ങൾ ബഹുമാനിക്കട്ടെ. നമ്മുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനകൾ വ്യത്യസ്തമായിരിക്കാം, നമ്മുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പോലും ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ അകലേണ്ട ആവശ്യമില്ല. അതാണല്ലോ മതസൗഹാർദ്ദം. സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കുക എന്നതല്ല മതസൗഹാർദ്ദം. സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കുക എന്നതല്ല മതസൗഹാർദ്ദം. മറ്റൊരാളുടെ വിശ്വാസത്തെ അപമാനിക്കാതിരിക്കുകയും അയാളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരു മനുഷ്യനായി കൂടെ നിൽക്കുകയും ചെയ്യുക, അതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. കേരളം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കണം. ഒരു ഹിന്ദുവിന് തന്റെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഒരു മുസ്ലിമിന് തന്റെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഒരു ക്രിസ്ത്യാനിക്കും തന്റെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഒരു വിശ്വാസവും പിന്തുടരാത്ത മനുഷ്യനും ഇവിടെ തുല്യമായ ബഹുമാനത്തോടെ ജീവിക്കാൻ കഴിയണം. എന്റെ വിശ്വാസത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയും ഞാൻ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ കേരളം കൂടുതൽ മനോഹരമാകുന്നത്. ഓണസദ്യയിലെ ഓരോ വിഭവത്തിനും ഓരോ രുചിയാണ്. പക്ഷെ അവയെല്ലാം ഒരേ ഇലയിലെത്തുമ്പോഴാണ് ഒരു പൂർണ്ണമായ ഓണസദ്യയാകുന്നത്. കേരളവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മതങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, ഭാഷയ്ക്കുള്ളിൽ പോലും വ്യത്യസ്തമായ ശൈലികളുണ്ട്, രാഷ്ട്രീയ ചിന്തകൾ വ്യത്യസ്തമാണ്. എന്നിട്ടും നമ്മളെല്ലാവരും ഒരേ മണ്ണിന്റെ മക്കളാണ്. ആ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കുന്നതല്ല നമ്മുടെ ലക്ഷ്യം. ആ വൈവിധ്യങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരം. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം: മതത്തിന്റെ പേരിൽ മനുഷ്യനെ വെറുക്കില്ല, ജാതിയുടെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തില്ല, രാഷ്ട്രീയത്തിന്റെ പേരിൽ വർഷങ്ങളായുള്ള സൗഹൃദങ്ങൾ തകർക്കില്ല, മറ്റൊരാളുടെ വിശ്വാസത്തെ പരിഹസിക്കില്ല. നമ്മളോട് വിയോജിക്കുന്ന മനുഷ്യനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കും. കാരണം അവസാനം നമ്മളെ ഓർക്കുന്നത് നമ്മുടെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ മാത്രമായിരിക്കില്ല, നമ്മൾ മറ്റൊരു മനുഷ്യനോട് എങ്ങനെ പെരുമാറി എന്നതിന്റെ പേരിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഓണം നമ്മുടെ വീടുകളിൽ മാത്രമല്ല, നമ്മുടെ മനസ്സുകളിലും സന്തോഷം നിറയ്ക്കട്ടെ. അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും അടുത്തു വരട്ടെ, വെറുപ്പുകൾ മാറട്ടെ, പരസ്പര ബഹുമാനം വളരട്ടെ. കേരളത്തിന്റെ മതസൗഹാർദ്ദവും മതേതര മനസ്സും കൂടുതൽ ശക്തമാകട്ടെ. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും മലയാളി എന്ന പേരിൽ അഭിമാനത്തോടെ നമുക്ക് പരസ്പരം ചേർന്നു നിൽക്കാം. മതങ്ങൾ പലതാകാം, വിശ്വാസങ്ങൾ പലതാകാം, ആചാരങ്ങളും പലതാകാം. പക്ഷെ നമ്മുടെ നാട് ഒന്ന്, കേരളം. നമ്മുടെ ഭാഷ ഒന്ന്, മലയാളം. നമ്മളെ ചേർത്തു നിർത്തുന്ന വികാരം ഒന്ന്, മനുഷ്യ സ്നേഹം.
എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒന്നുകൂടി പറഞ്ഞോളട്ടെ, സ്വന്തം വിശ്വാസത്തിൽ വെള്ളം ചേർത്ത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ പങ്കുചേരുന്നതല്ല മതസൗഹാർദ്ദത. സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുകയും ചെയ്യുന്നതാണ് മതസൗഹാർദ്ദത. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല നാളുകൾ നമ്മുടെ കേരളത്തിന് ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.